ഹലോ. അപ്പം നമുക്ക് പുതിയൊരു ലോങ് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോയതാണേ. ഇതിൻ്റെ ഷോട്ടൊക്കെ മുമ്പ് ഇട്ടായിരുന്നു. നമ്മൾ ഒരു ഉച്ചയ്ക്ക് എറണാകുളത്തുനിന്ന് ഇറങ്ങി പാലക്കാടേക്ക് പോകാൻ വേണ്ടിയിട്ട് കുത്താമ്പള്ളി പോകാനായിരുന്നു ലക്ഷ്യം ഉണ്ടായിരുന്നത്. അങ്ങനെ സിന്ധു വന്ന് കൂട്ടി. സിന്ധുവും ഹസ്ബൻഡും സിന്ധുവിൻ്റെ ബ്രദറും വല്യമ്മയൊക്കെ ആയിരുന്നു. അങ്ങനെ എന്നെയും കൂട്ടി. എനിക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണല്ലോ. അങ്ങനെ നമ്മൾ ഒരു 2-3 മണി ഇവിടുന്ന് ഇറങ്ങുമ്പോൾ 3 മണിക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് നേരെ വിടുക. ഞാൻ ആദ്യമായിട്ടാണ് ഈ റൂട്ട് ആദ്യമായിട്ടാണ് പോണത്. പാലക്കാട് റൂട്ട് ആദ്യമായിട്ടാണ് പോകുന്നത്. തൃശ്ശൂർ നമ്മൾ കണ്ണൂരൊക്കെ പോകുമ്പോൾ നേരിട്ട് ട്രെയിനിന് പോകുന്നതല്ല, റോഡ് മാർഗം പോകുന്നതല്ല. അതുകൊണ്ട് ഈ വഴി ഞാൻ പോയിട്ടേ ഇല്ല. പറഞ്ഞു കേട്ട അറിവൊക്കെ ഉള്ളൂ ഇതിന്, കുതിരാനെ പറ്റിയൊക്കെ. അന്ന് ഈ മണ്ണൊക്കെ ഇടിഞ്ഞ സമയത്തൊക്കെ കേട്ട വിവരം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഫസ്റ്റ് ടൈമാണ് എൻ്റെത് എക്സ്പീരിയൻസ്. നമ്മളങ്ങനെ പോകുമ്പം വഴിയിൽ നിറച്ചും മയിൽ, കുരങ്ങൊക്കെ ഉണ്ട്. പക്ഷേ ഫോൺ എടുക്കുമ്പോഴേക്കും മയിലും കുരങ്ങൊക്കെ അതിൻ്റെ വഴിക്ക് പോകുമായിരുന്നു. അതെടുക്കാൻ പറ്റിയില്ല. നമ്മളിങ്ങനെ തുരങ്കത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. എങ്ങനെയുണ്ട്? നിങ്ങളൊക്കെ പോയി കാണുമല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് പോണത്. ആദ്യത്തെ ഞാൻ ഈ വഴി പോയിട്ടേ ഇല്ല. എന്താ വെച്ചാൽ നമുക്ക് ഈ വഴി പോകേണ്ട ആവശ്യം വന്നില്ല ഇതിലായിട്ടും. കുത്താമ്പള്ളി എന്നുള്ളൊരു പേര് കേട്ടുകൊണ്ട് മാത്രമാണ് ഈ വഴി ഇറങ്ങിയത്. പക്ഷെ നല്ല സ്ഥലങ്ങളാട്ടോ ഈ തൃശ്ശൂർ ഭാഗത്തൊക്കെ. ശരിക്കും ഗ്രാമപ്രദേശന്മാരിൽ തോന്നുന്നുണ്ട് എല്ലാ ഭാഗങ്ങളും കാണുമ്പോൾ നമ്മളെ നാടുമായിട്ട്. പിന്നെ നമ്മൾ വഴി കയറി കാപ്പി കുടിച്ചു. ഞാൻ കുറേ കാലമായി ഇങ്ങനെ തട്ടുകടയിൽ കയറി കാപ്പി കുടിച്ചിട്ട്. മുട്ട ബജിയും പഴംപൊരിയും ഉണ്ടായിരുന്നു അവിടെ. മുട്ടയും തട്ടി, പഴംപൊരി തട്ടി. പക്ഷെ ഇത് നല്ല സുഖമാണ്. മോൻ പോയ ശേഷം ഇങ്ങനെ ഒരു പോക്ക് ആദ്യമായിട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ വഴി ഇരുന്ന് കാപ്പി കുടിക്കുക. ഇതാണ് സിന്ധുവിൻ്റെ ബ്രദറും ഹസ്ബൻഡും മോനും സിന്ധു. വല്യമ്മ കാർത്തുണ്ട്, അത്ര വല്യമ്മ ഇറങ്ങി വന്നിട്ടില്ല. ഇങ്ങനെ നമ്മൾ അതും കഴിഞ്ഞ് നേരെ കുത്താമ്പള്ളിക്ക് വെച്ച് പിടിച്ചു. കുത്താമ്പള്ളി ഗ്രാമം നിറച്ചുകൊണ്ട് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ARലാന്ന് തോന്നുന്നു പോയത്. AR മാത്രമല്ല, രാമചന്ദ്ര, അങ്ങനെ ഒരുപാടുണ്ട്. ഇവർക്ക് AR പരിചയമുണ്ട്. അങ്ങനെ ആ വഴി പോയത്. വൈകുന്നേരം ആയിപ്പോയി, നല്ല ലേറ്റായി. നമ്മൾ കുറച്ച് വഴി തെറ്റി കഴിഞ്ഞിട്ട് ഇന്ന് കറങ്ങേണ്ടി വന്നു. നമ്മൾ നമ്മൾ ചതിച്ചു. ഊബറല്ല, എന്താ പറയേണ്ടത്, അതിൻ്റെ പേരെന്താണ്, അത് നമ്മൾ ചതിച്ചു. ഗൂഗിള് നമുക്ക് വഴി തെറ്റി പറഞ്ഞു തന്നു. അങ്ങനെ കുറച്ച് കറങ്ങിപ്പിടിച്ചാണ് നമ്മൾ കുത്താമ്പള്ളി എത്തിയത്. എത്തിക്കഴിഞ്ഞാൽ അവിടെ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഒരു 7 മണി 6:30 ആകുമ്പോൾ എല്ലാവരും സ്റ്റാഫൊക്കെ പോകുന്നതാണ് കേട്ടത്. ക്ലോസ് ചെയ്യും അവർ. നമ്മളവിടെ എത്തുന്നത് 7:30 ആകുമ്പോൾ. മെയിൻ സ്റ്റാഫ് മാത്രമേ ഉണ്ടായുള്ളൂ, ബാക്കി എല്ലാവരും പോയായിരുന്നു. നമ്മളവിടെ എത്തണമല്ലോ. അങ്ങനത്തെ ചെറിയൊരു പ്രശ്നം വന്നു. അത് ഈ ഗൂഗിൾ മാമൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് വന്നതാണ്, നമ്മളെ മിസ്റ്റേക്ക് അല്ലായിരുന്നു. അങ്ങനെ പിന്നെ പാർക്കിങ്ങിന് ഇത്തിരി പ്രശ്നം വന്നു. അവിടെ കൺഫ്യൂഷൻ വന്നു പാർക്കിംഗ്. അങ്ങനെ നമ്മൾ ARൻ്റെ മുമ്പിലെത്തി. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് കടയാട്ടോ അത്. അതിന് തെറ്റിപ്പോണ്ടാവും. എല്ലാവരും പോകുന്നു. നമ്മൾ പോയത് മറ്റേ എന്താണ്, ഹാൻഡ്ലൂം സാരീസ് ഇല്ലേ, ഹാൻഡ്ലൂം, അതിലേക്കാണ് പോയത്. പക്ഷേ ഹാൻഡ്ലൂമിന് സ്റ്റാർട്ടിങ് തന്നെ ഉള്ളത് 3000 തുടങ്ങുന്നു സ്റ്റാർട്ടിങ് ഹാൻഡ്ലൂം. പവർലൂം 1000, 500 അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ ഹാൻഡ്ലൂംസ് വാങ്ങാൻ പോയതാണ്, പക്ഷേ 3000 ആയതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടില്ല. തൽക്കാലം 2 മുണ്ടും വേഷ്ടിയും സെറ്റ് സാരിയൊക്കെ എടുത്തു. പക്ഷേങ്കിൽ പുതിയൊന്നും വന്നില്ല. വിഷുവിന് വേണ്ടിയുള്ള ഒന്നും അവർ പുറത്തിറക്കിയിട്ടില്ല. ചിലപ്പം വിഷു ആകുമ്പോൾ ഉറക്കാമെന്ന് വെച്ചിട്ടായിരിക്കാം. ഒക്കെ ഉള്ളതൊക്കെ പഴയതായിരുന്നു അവിടെ ഉള്ളത്. നമ്മൾ ഈ കുത്താമ്പള്ളി എന്നും പറഞ്ഞ് പോയിട്ടുള്ള ആ സംഭവം അവിടെ കിട്ടിയില്ല. അങ്ങനെ എന്ത് ചെയ്യാം. പിന്നെ പോയ സ്ഥിതിക്ക് ഞാനിതൊരു മുണ്ട് സെറ്റ് സാരി എടുത്തു. കൃഷ്ണൻ്റെ ആദ്യമുള്ള ഒരു സെറ്റ് സാരിയും
പിന്നെ ഒരു മുണ്ട് വേഷ്ടി ഞാൻ ഉദ്ദേശിച്ചത് സെറ്റ് മുണ്ട്. ഒരു 2-3 സെറ്റ് മുണ്ടെടുത്തു, 2 സാരി എടുത്തു. പക്ഷെ സമയം ഒട്ടും ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പം തന്നെ അവർക്ക് കട പൂട്ടേണ്ട തിരക്കായിരുന്നു. 8:30 2 ദിവസം നോക്കുമ്പോൾ തന്നെ അവർക്ക് ക്ലോസ് ചെയ്യുന്ന തിരക്കായിരുന്നു. ഷർട്ടൊക്കെ താക്കാൻ തുടങ്ങി അവർ. പിന്നെ നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഓടിച്ച് നോക്കിയിട്ട് 2-3 സാരി എടുത്തു. അങ്ങനെ വലിയ തൃപ്തിയായില്ല എനിക്ക് പോയിട്ട്. ഞാൻ വിചാരിച്ച ആയിരുന്നില്ല അത്. ചിലപ്പോൾ സാധനം വരാത്തതുകൊണ്ടായിരിക്കും, എന്തോ അത്ര ഇഷ്ടപ്പെട്ടില്ല എനിക്കൊന്നും. എല്ലാം പഴയ മോഡല്. ഇങ്ങനത്തെ എടുത്തായിരുന്നു 2 മുണ്ട് വേഷം എടുത്തായിരുന്നു, ഒരു കസവും. പിന്നെ ഷർട്ടിൽ പോയി ഞാൻ മോനൊരു ഷർട്ട് വാങ്ങാമെന്ന് മേടിച്ചിട്ട്. പക്ഷേ മറ്റേ എന്താ പറയുന്നത്, കഥകളിയും കൃഷ്ണനും ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും അതിൻ്റെ മെറ്റീരിയൽ അത്ര ക്വാളിറ്റി പോരാന്ന് തോന്നി എനിക്ക്. മെറ്റീരിയലൊക്കെ ഒരു പോളിസ്റ്റർ മെറ്റീരിയൽ, അതൊന്നും അവനെടുത്തില്ല. അതുകൊണ്ട് ഞാൻ അതെടുത്തില്ല. ഫോട്ടോയിൽ കാണാൻ ഭംഗിയുണ്ടെങ്കിലും മെറ്റി തൊട്ടുമ്പോൾ സുഖമില്ല. നല്ല ഹാൻഡ്ലൂമോ നല്ല മെറ്റീരിയലോ ഇല്ല, എല്ലാം ഒരു പോളിസ്റ്റർ, അങ്ങനെ ഒരു വില കുറഞ്ഞ മെറ്റീരിയൽ എനിക്കവിടെ ഫീൽ ചെയ്തത്. അവിടുന്ന് നേരെ സിന്ധൂരി സിസ്റ്ററിൻ്റെ വീട്ടിലോട്ട്. അവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. എന്നാലും എനിക്കെന്തോ കുത്താമ്പള്ളി പോയിട്ട് തൃപ്തി വന്നില്ല. ഒരു ക്വാളിറ്റി പോരാൻ തോന്നി എനിക്ക്, ഷർട്ടിനും മുണ്ടിനും എല്ലാത്തിനും. പ്രീമിയം ക്വാളിറ്റി അല്ല, ഒരു ലോക്കൽ സെറ്റപ്പ് തോന്നി എനിക്ക് മെറ്റീരിയലിൻ്റെ നോക്കുമ്പോൾ. ചിലപ്പം പഴയ തന്നുകൊണ്ടായിരിക്കാം. എനിക്ക് പേഴ്സണലായിട്ട് പറഞ്ഞു, എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അത് അവർ കാണിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ നമ്മൾ തൊട്ട് നോക്കാത്തതുകൊണ്ടായിരിക്കും നമുക്ക് നല്ല ഭംഗി തോന്നുന്നത്. എന്തോ. സിസ്റ്ററിൻ്റെ വീടാണ് സിന്ധുവിൻ്റെ. നല്ല മണമായിരുന്നു ഇവിടെ കയറി വരുമ്പോഴേ. മറ്റേ എന്താ മരമുല്ല അവിടെ കടമ്പെന്നാണ് പറഞ്ഞത്. കടമ്പല്ല, അതിൻ്റെ പേര് മരമുല്ല എന്നാണ്. പണ്ട് ഞാനൊരു ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അന്നേരം അവിടെ എന്നൊക്കെ പറഞ്ഞതാണ് അത് മരമുല്ലയാണ്. നല്ല മണമാണ് രാത്രിയാകുമ്പോൾ. രാത്രി വീട്ടിൽ നിന്ന് പോവാം. വെളുത്തപ്പൊക്കെ രാത്രി വിരിയുന്നതറിയാം, എന്നാലും ഭയങ്കര സ്മെല്ലായിരുന്നു അതിൻ്റെ. നല്ല മണം, സൗരഭ്യം എന്ന് പറയാം. അവിടെ പൂത്ത് വിരിഞ്ഞ സൗരഭ്യം. മാങ്ങ എന്ത് രസമാണ് കാണാം അല്ലേ? ഈ ബൾബൊക്കെ തൂങ്ങുന്ന മാതിരി നിറച്ചും മാങ്ങയാണ്. തൊട്ടപ്പുറത്തെ വീട്ടിലെ മാവ് അത്. എന്ത് രസമല്ലേ ഇങ്ങോട്ടേക്ക് കാണുമ്പം. ഇവരുടെ വീട്ടിലേക്ക് മാവിൻ്റെ എല്ലാ ശാഖകളൊക്കെ കിടക്കുന്നത്. എനിക്ക് പറിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേങ്കിൽ ഇനി വല്ല ചീത്തയും പറഞ്ഞ ശേഷം പറിച്ചില്ല. നല്ല ട്രഡീഷണൽ വീടാണേ. രാത്രി വേറെ ലുക്കാണ്, അതിനിപ്പോൾ രാവിലെ നോക്കുമ്പോൾ വേറെ ലുക്കാണ്. നല്ല ഭംഗിയുള്ള വീട്, അടിപൊളി വീടാണ്. അതുകൊണ്ട് ഫുള്ള് ഞാൻ എടുത്തിട്ടില്ല, മോശമല്ലേ ഒരു വീട്ടിൽ പോലെ ഫുള്ള് അവരെ വീട് ഒപ്പിയെടുക്കുകയെന്ന് വെച്ചാൽ. അതുകൊണ്ട് ലേശം കുറച്ച് ഭാഗങ്ങൾ അവർക്ക് വിഷമാവാത്ത രീതിയിൽ ഫസ്റ്റ് കാണുന്ന ഭാഗങ്ങൾ മാത്രം അങ്ങനെ എടുത്തു. നല്ല ഭംഗിയില്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഒരു ഗുരുവായൂരപ്പൻ്റെ ഒരു ഇതുണ്ട്, ഇതൊരു രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഗണപതി, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പല പാട്ട് കാണാൻ തോന്നല്ലേ, ഗുരുവായൂരപ്പ നിൻ മുന്നിൽ. രാത്രി ഫുഡ് നെയ്ച്ചോറും ചിക്കനാണ്. ഇവിടെയാണ് നല്ല ചക്കപ്പായസം ഉണ്ടായത്. അത് ചക്കപ്പായസം കഴിഞ്ഞ വർഷത്തെ ചക്ക വരട്ടി വെച്ചതാണ് അവർ. എന്നിട്ട് ഈ വർഷം അതിനെ പായസമാക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ചക്കപ്പായസം ആദ്യമായിട്ട് കഴിക്കുകയായിരുന്നു. എനിക്ക് എന്നും വേണമെന്നുണ്ടായിരുന്നു, പക്ഷെ ചോദിക്കാനൊരു ചമ്മൽ. ആദ്യമായിട്ടൊരു വീട്ടിലൊന്നും ചക്കപ്പായസം അങ്ങനെ ചോദിക്കുക. അതുകൊണ്ട്
സൂപ്പർ ടേസ്റ്റായിരുന്നു. ചക്കപ്പായസത്തിന് 2-3 വർഷം വാങ്ങി. പിന്നെയും വാങ്ങാനൊരു നാണം. ചക്കപ്പായസം കഴിക്കാതെ കഴിച്ചു നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. രാവിലെ ഉറങ്ങി നേരത്തെ ഉറക്കം ശരിയായില്ല, മാർക്ക് കിടന്നുകൊണ്ട് വീട്. രാവിലെ എഴുന്നേറ്റു, പക്ഷിന് സൗണ്ട് കേട്ട് എഴുന്നേറ്റു. നല്ല പക്ഷികളുണ്ട്, കലാപലാക്കി കൊടുക്കുന്ന പക്ഷികൾ. പക്ഷേങ്കിൽ ഒറ്റ പക്ഷിനെ എനിക്ക് കാണാൻ പറ്റിയില്ല. രാവിലെ മാവ് കാണാൻ രസമില്ല അല്ലേ? രാത്രി അവനെ കാണാൻ ഭംഗി. വെറുതെ ഒന്ന് എടുത്ത് നോക്കിയതാ. പക്ഷി എവിടെ പോയോ എന്തോ, നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. രാവിലെ വീട് വേറെ ലുക്ക് കണ്ട, ഇന്നലെ കണ്ട വീടേലല്ലോ. അതാണ് എനിക്കിഷ്ടപ്പെട്ട വീട്. മേലേക്ക് നല്ല ആട്ടുകട്ടിലേക്കുള്ള വീടാണ്. പക്ഷേ അതൊന്നും രാവിലെ ആരും കൂടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പട്ടി കിടന്നോട് സാധനം വെച്ചത് അവിടെ. നിറച്ചും പക്ഷികളുണ്ട്. ശരിക്കും നല്ല മണമുള്ളൊരു വീട്. നല്ല മണമുള്ള വീട് വെച്ചാൽ വേറെ തന്നെ രസമല്ല. കയറുമ്പം തന്നെ ഭയങ്കര നമ്മൾ പൊതിയുന്നൊരു മണം. അതാ മരമുല്ലൻ്റെ മണോ. ഉറങ്ങാത്ത ക്ഷീണം മുഖത്തുണ്ട് ഗൈസ്. ഉറങ്ങിയിട്ടില്ല. ഈ മരമുല്ല നിങ്ങൾക്ക് ആരും അറിയാം മരമുല്ല എന്താണെന്ന്? സ്ഥലമില്ലെങ്കിൽ വാങ്ങി നട്ട് നോക്കണം കേട്ടോ. ഇതൊരു മണമാണോ? വീട്ടിൽ മൊത്തം മണം. ഇപ്പോൾ രാത്രി കഴിഞ്ഞാൽ തന്നെ പിറ്റേ ദിവസം എല്ലാം അങ്ങനെ മണം വന്നുകൊണ്ടേയിരിക്കും. പൂ വിരിഞ്ഞുകൊണ്ടേയിരിക്കും അത് നിർത്താതെ. വീടിൻ്റെ അടുത്ത് പിന്നെ ബാക്ക് വശമാണേ. അവിടെയും ചെറിയൊരു വരാന്തയൊക്കെ ആയിട്ട്. കിടക്കുന്ന സ്ഥലത്തല്ല. എനിക്ക് പിന്നെ കടന്നു ശീലമുള്ള ആരും കുഴപ്പമില്ല. ഇവിടെ ചായ കൊടുത്തു സിന്ധു. ഇപ്പം തലവേദനക്ക് ചെറിയ ശമനം വന്നു. അത് തലവേദന ഉണ്ടായിരുന്നു. രാത്രി ഉണ്ടായിരിക്കാം. എന്നാൽ ഞാൻ പോവാതിരിക്കുമോ? അതുമില്ല. പിന്നെ പുറത്തിറങ്ങിയപ്പോഴാണ് കിളികളെ കണ്ടത്. പക്ഷെ കാക്ക അതിനെ ഓടിച്ചു. കിട്ടിയായിരുന്നു. നല്ല സ്ഥലം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വീടും സ്ഥലമൊക്കെ. ഇപ്പോൾ അതേ പോകും. നമ്മളെ ഫ്ലാറ്റ് താമസിക്കുന്നത് നല്ല രസം. ഇതിനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ആസ്വദിക്കാൻ പറ്റും. ഇത് മീൻകൊത്തി ആയിരിക്കും അല്ലേ? കാണുമ്പോൾ മീൻകൊത്തില്ല, മരം കൊത്തി. ഞാൻ കുളിക്കണം തോന്നുന്നുണ്ട്. മരം കൊത്തി കുഞ്ഞായിരിക്കും. ഇനി വേറെന്തും കുഞ്ഞാണെന്ന് എനിക്കറിയില്ല. ആ പക്ഷിയുടെ വഴിക്ക് പോയി. ക്യാമറമാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ക്യാമറമാനും കൂടെ. ആ സമയത്ത് അപ്പുറത്തെ വീട്ടിൽ മയിൽ വന്നത്. തൊട്ട് മുമ്പിലത്തെ വീട്ടിൽ കറക്റ്റ് സൂര്യൻ അവിടെയുണ്ട്. പക്ഷേ മയിൽ പീരി വെള്ളത്തിന് കാത്തിരുന്നിട്ട് മയിൽ എന്നെ തേച്ച്. മയിലേ വിളിക്കുന്നുണ്ട് മയിലിൻ്റെ ഗേൾഫ്രണ്ടിനെ. പക്ഷേ ഗേൾഫ്രണ്ട് വരുന്നില്ല. പീരി പൊക്കും. ആദ്യം കാണും, പിന്നെയും മയിൽ പീരി താക്കും. അന്നേരം ഗേൾഫ്രണ്ട് മയിലിനെ തേച്ചു, മയിൽ എന്നെ തേച്ചു. അങ്ങനെ സംഭവിച്ചു. കുറേ സമയം കാത്തിരുന്നു ഒന്ന് പൊങ്ങുന്ന കാണാൻ വേണ്ടിയിട്ട്. പീലി പൊങ്ങുന്നേ ഇല്ല. എൻ്റെ നിരാശ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. ഞാൻ ചിന്തിക്കാം മയിലിനകത്ത് നിരാശയുണ്ടാവും അല്ലേ? മയിൽ ഇത്രയും കാത്തിരുന്ന് ഗേൾഫ്രണ്ട് വരാതെ നിൽക്കുമ്പോൾ മയിലിന് സങ്കടം വന്നിട്ടുണ്ടാവില്ലേ? അങ്ങനെ മയിലും എന്നെ തേച്ചു. ശരാ കാത്തിരുന്ന് വെറുതെ വാലി പൊക്കുന്നുണ്ടേ. അങ്ങ് വരുന്നില്ല. പക്ഷെ അത് വിടർത്തുന്നില്ല.
പിന്നെ ആ സങ്കടം തീർക്കാൻ ക്യാമറ ടെറസിന് മേലെ പോയി എടുക്കാൻ നോക്കിയതാണ്. അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിലൊക്കെ തിരിച്ചു. ഇത് ഈ വീട്ടിൻ്റെ ചേട്ടൻ്റെ വീടായത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ പോകേണ്ട തയ്യാറെടുപ്പായി. അവിടുത്തെ അമ്മയത്. പിന്നെ ഇവിടുന്ന് നമ്മൾ നേരെ പോകാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുള്ളൂർക്കര. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് എറണാകുളത്തേക്ക് വരുവാണ്. പക്ഷേ ആ അമ്പലത്തിലേക്ക്, ശിവൻ്റെ അമ്പലമില്ലേ, പപ്പടം ചോട്ടുന്ന അമ്പലം, ആ അമ്പലത്തിലേക്കാണ് അടുത്ത ലക്ഷ്യം. ദേ അമ്പലം. നമ്മളിവിടെ എത്തുമ്പോൾ നമുക്കറിയില്ലായിരുന്നു അവിടെ പപ്പടം ചവിട്ടുന്ന ചടങ്ങുണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമുക്കറിയില്ല. ഒരു അമ്പലം, ശിവൻ്റെ അമ്പലം നമുക്ക് കാണാമെന്ന് പറഞ്ഞു പോയതാണ്. അവിടെ ഉണ്ട് ഈ അപ്പൂപ്പനും അമ്മൂമ്മയും. അപ്പൂപ്പൻ പറയാൻ പറ്റില്ല, അത് പപ്പടം ചവിട്ടുന്നു. ഇത് കണ്ടപ്പോൾ നമുക്ക് തോന്നിയത് എന്തിനാണെന്ന് ചോദിച്ചു. അറിയില്ലായിരുന്നു ചടങ്ങ് എന്തിനാണ്. അത് അവർ പറഞ്ഞു കാലിൻ്റെ നീര് പോവാൻ. ഞാൻ ഒളിച്ചുമ്പാത്ത് എടുക്കുന്ന ഫോൺ ആരും കാണാതിരിക്കാൻ. കാലിൻ്റെ നീര് പോവാൻ, കാലിൻ്റെ വേദന ഉണ്ടെങ്കിൽ കുറയാനൊക്കെ ചെയ്യുന്ന ചടങ്ങുകളാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയ ചടങ്ങല്ല കേട്ടോ. വർഷങ്ങളായിട്ട് അത് സ്വയംഭൂവായ ശിവനാണ്. വർഷങ്ങളായിട്ട് അവിടെ ചെയ്യുന്ന ചടങ്ങാണത്. നമ്മൾ വിചാരിച്ചു നമ്മളും കാലിന് നീരുണ്ടല്ലോ, ചവിട്ടാം. നിങ്ങളെല്ലാവരും എന്നെ പൊങ്കലിടുന്ന എനിക്കറിയത്തില്ലായിരുന്നു പപ്പടം ചവിട്ടിയാൽ. അങ്ങനെ സമയം എന്നാൽ ലേറ്റായിരുന്നു. നമ്മൾ എത്തുമ്പോൾ തന്നെ 12 മണിയായി. 12ഒക്കെ നട കിടക്കണ്ടായിരിക്കും, ഭക്ഷണം വിളമ്പണം. അന്നേരം നമ്മൾ ആ തിരക്കിലൊക്കെ ഓടിപ്പോയിട്ട് റെസിപ്റ്റൊക്കെ എടുത്തിട്ട് വന്നു. ആ ചേച്ചി പപ്പടം വിളമ്പി തന്നു. അതാ സംഭവിച്ചത്. പക്ഷെ ചവിട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് വന്നിട്ടില്ല കേട്ടോ, നീര് വന്നിട്ടില്ല കേട്ടോ. അത് സത്യം എന്നല്ല എൻ്റെ അർത്ഥം. എനിക്ക് വേദനയില്ല, ഇപ്പം വേദനയുണ്ട് നടക്കുമ്പോൾ, പക്ഷെ നീര് പിന്നെ വന്നിട്ടില്ല. പാൻറ്റൊക്കെ താഴെ പോയായിരുന്നു. കീറ്റ് പക്ഷെ പപ്പടത്തിൽ പാൻറ്റിൽ പപ്പടമായാൽ പിന്നെ ഉറുമ്പ് വരത്തില്ലേ. നിറച്ച് എണ്ണയുണ്ട് പപ്പടത്തിൽ. ചവിട്ടുമ്പം എണ്ണ കാലിൽ വരുന്നുണ്ടായിരുന്നു. ആ എണ്ണയായിരിക്കും കാലിൻ്റെ വേദന കളയുന്നത്. പെണ്ണുങ്ങൾ അടുത്ത് കാലം വെച്ച് കയറണം, ആണുങ്ങൾ വലത്ത് കാലം വെച്ച് കയറണം. അങ്ങനെയാണ് ചടങ്ങ്. കുഞ്ഞ് പപ്പടം തന്നാൽ വന്നതെന്ന് തോന്നുന്നു. വന്നതുമായി കുഞ്ഞോട് പോയി. അങ്ങനെ പപ്പടം ചവിട്ടി മതിക്കുന്നു നമ്മൾ. കാലിൽ നീര് കണ്ട, നല്ല നീരുണ്ടായിരുന്നു എനിക്ക് കാലിന്. ഞാനായിട്ടാണ് നിന്ന് കാറ് പോയത്. പിന്നെ അങ്ങനെ നീരിലേക്ക് വന്നിട്ടാ കാലിന്. മൂന്ന് ഡബ്ബയുണ്ട് അവിടെ. ഇത്രയും ഡബ്ബയിൽ പപ്പടം ചവിട്ടി കഴിഞ്ഞിട്ട് ആൾക്കാർ ഇത്ര നിറച്ചും പപ്പടം കൊണ്ടുവെക്കുമായിരിക്കും. പിന്നെ അവിടെ ചവിട്ടി കഴിഞ്ഞ് പപ്പടം ചാക്ക് ചവിട്ടാൻ പറഞ്ഞു. പക്ഷേ അതിൻ്റെ എണ്ണയും പൊടിയൊക്കെ പോകാൻ വേണ്ടിയിട്ട്. എൻ്റെ അവിടെ സാഷ്ടാംഗം നമസ്കരിക്കണം. പക്ഷേ ഞാൻ സാഷ്ടാംഗം കിടന്നാൽ എഴുന്നേക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തൊട്ട് നമസ്കരിച്ചതേ ഉള്ളൂ. ഇതാണ് നിറച്ചും പാറയാണ്. പാറേൻ്റെ ഉള്ളിലാണ് ശിവൻ്റെ അമ്പലം. നിറച്ചും പാറ. ഇതിന് മേലെ ഗണപതിൻ്റെ അമ്പലം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ കയറാൻ പറ്റില്ല നമുക്ക്. പിന്നെ അവിടെ പ്രസാദം കൂട്ടുണ്ടായിരുന്നു. എനിക്കത് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവർക്കാർക്കും താല്പര്യമില്ലായിരുന്നു. ഞാൻ പിന്നെ നിർബന്ധിച്ച് കഴിക്കാൻ പോയി. പിന്നെ അവരും വന്നു കൂടെ. അങ്ങനെ ഫുഡ് കഴിക്കുക വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എങ്കിൽ ഞാൻ കട്ട് കുറച്ചൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അവർ കാണാണ്ട്, അതുകൊണ്ട് വീഡിയോ വലിയ ക്ലാരിറ്റി ഉണ്ടാവില്ല എടുത്തതിന്. നല്ല വെയിലാണ്. ഇത് അമ്പലം, കുഞ്ഞമ്പലമാണ്.
പപ്പടം എല്ലാം ഉണ്ട്. ഉപ്പേരി, സാമ്പാർ, നല്ല സാമ്പാർ, വറുത്തരച്ച സാമ്പാറായിരുന്നു. അതുപോലെ മറ്റേ പായസം ഉണ്ടായിരുന്നു, അരിപ്പായസം, പൊടിയരി, എന്താ സംഭവം, ഗോതമ്പ് പൊടി അരിയാണ്, ഗോതമ്പിൻ്റെ പൊടി ഗോതമ്പാന്ന് തോന്നുന്നു. പായസം ഉണ്ടായിരുന്നു. ഇതാ പായസം. പൊടി ഗോതമ്പിൻ്റെ കുഞ്ഞു ഗോതമ്പാണോ പൊടിഞ്ഞ ഗോതമ്പാണോ എനിക്കറിയില്ല. പക്ഷെ നമുക്ക് പായസമായിരുന്നു. ഇത് അനാഥാലയമുണ്ട് കേട്ടോ അമ്പലത്തിന്. ഇവിടെ ഉണ്ടാകുന്ന ചോറും ചോറൊക്കെ ഇത് സാധനങ്ങളൊക്കെ ഇവിടുത്തെ കൃഷി സ്ഥലത്ത് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. പിന്നെ നേരെ സിന്ധുവിൻ്റെ വീട്ടിലോട്ട് വന്നു. സിന്ധുവിൻ്റെ പഴയ തറവാട് വീട് വാടക കൊടുത്തിരിക്കുകയാണ്. ഇവിടെ തേങ്ങ പൊട്ടിക്കാൻ വന്നതാ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു ആ വീടും സ്ഥലമൊക്കെ. ചക്കയുണ്ട്, പ്ലാവുണ്ട്, കുഞ്ഞു ചക്കയാണ്. തെങ്ങ് കുറേ ഉണ്ട്. കോഴിക്കോട് സ്കൂളിൽ നിന്ന് കുഞ്ഞിന് കിട്ടിയ കോഴിയാന്ന് തോന്നുന്നു. നാട്ടും പക്ഷെ നമ്മളെ പഴയ പണ്ട് കാലത്തേക്കെല്ലാം ഉണ്ടാവും വീട്ടിന് മുമ്പിൽ കോഴിക്കോട്. എല്ലാം ഉണ്ട്. കറി വെക്കാൻ ഇഷ്ടംപോലെ കണ്ടോ. നല്ല സ്ഥലങ്ങളല്ലേ. വീട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പഴയ കുറേ കാലം മുമ്പേ നമ്മളെ അമ്മൂമ്മൻ്റെ വീട്ടിൽ ഇതുമാതിരി ഒരു അടുക്കള പുറമുണ്ടായിരുന്നു. ഇതുമാതിരി ഒരു ഊണുമുറി അടുക്കളയും മാത്രമായിട്ട്, അതിങ്ങനെ യൂല് നടുക്ക് മിറ്റായിട്ട് അങ്ങനത്തെ വീടായിരുന്നു. അത് ഓർമ്മ വന്നത് കാണുമ്പോൾ. നല്ല കാറ്റുണ്ട്, അവിടെ ചൂടൊന്നുമില്ല. അവിടുന്ന് നേരെ നമ്മൾ തിരിച്ചു മുള്ളൂർക്കര. ട്രെയിൻ പോണു. മുള്ളൂർക്കര കഴിഞ്ഞ് നേരെ എറണാകുളത്തിന് എവിടെയെന്ന് അന്നേരം ചെണ്ടക്കടയിൽ പോകുമ്പോൾ ചെണ്ടക്കട കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു. ഒരു കൃഷ്ണനെ വാങ്ങാനുണ്ടായിരുന്നു. ഒരു എന്തൊക്കെയാണ് വാങ്ങി ഞാൻ കൃഷ്ണനെ വാങ്ങിയതുള്ളൂ. ഒരു ചിലങ്ക വാങ്ങിയായിരുന്നു. ഏതായാലും വടക്കുന്നാഥിന് മുമ്പ് കൂടിയാണ് നമ്മൾ. പിന്നെ ഇത് സ്ഥലം അറിയോ? നമ്മുടെ ഉത്രാളിക്കാവിലെ ആ സ്ഥലം, ഉത്രാളിക്കാവ് പേര് കേട്ട സ്ഥലം. ഉത്രാളിക്കാവ്. നമ്മളിങ്ങനെ പാട്ട് യേശുദാസിൻ്റെ പാട്ട് കേട്ട ബന്ധമേ ഉള്ളൂ എനിക്ക് ഉത്രാളിക്കാവുമായിട്ട്. ഇവിടെ നേരെ തൃശ്ശൂരെത്തി. വടക്കുന്നാഥൻ്റെ മണ്ണിലൂടെ നമ്മൾ പോവുകയാണ്. യാത്ര എന്നും രസമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യാത്ര. ഭയങ്കര ഇഷ്ടം, ഭയങ്കര ഇഷ്ടമാണ്. ദേ വടക്കുന്നാഥ സർവ്വമൊരുക്കുന്നാഥ
വടക്കുന്നാഥൻ്റെ അതിൻ്റെ തൊട്ട അടുത്തുള്ള ചെണ്ടക്കട പോയി ചെണ്ടക്കടയിൽ അവിടെ നിന്ന് കുറേ സാധനം വാങ്ങി. ഇതാണ് ചെണ്ടക്കട. ജീവനുള്ള നല്ല ഭംഗിയുണ്ട് എല്ലാം കാണാൻ വേണ്ടിയിട്ട്. രണ്ടാന ചെണ്ട വേണം. നല്ല കാശുണ്ട് കേട്ടോ, ഭയങ്കര പൈസയാണ് എല്ലാത്തിനും. എനിക്ക് ആനക്കൊമ്പ് വാങ്ങണമെന്നുണ്ടായിരുന്നു, ഇപ്പോഴും ആഗ്രഹമുണ്ട്. നോക്കാം, അടുത്ത പ്രാവശ്യം ആനക്കൊമ്പ് വാങ്ങാം. ആന കുഞ്ഞാന, വലിയ ആന, ഏത് ആന വേണമെങ്കിലും ഉണ്ട്. രസമല്ല കാണാൻ, നല്ല ഭംഗിയുണ്ട്, എല്ലാം നല്ല നന്നായിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. എല്ലാ രൂപങ്ങളും സൂപ്പറാണ്. കഥകളിയും മറ്റേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ മുഖംമൂടിയല്ല, കഥകളി. പക്ഷെ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടില്ല. മഹാവിഷ്ണു, ഈ ഫോട്ടോ കാണുമ്പോൾ എനിക്കിപ്പോൾ നാരായണായ നമ നാരായണ അങ്ങനെ ചൊല്ലാൻ തോന്നും. അറിയില്ല എന്താണെന്നറിയില്ല, എന്തിനാണെന്നറിയില്ല. ചെണ്ടക്കട മറ്റേ എന്താണ്, കുറേ മാലകളൊക്കെ ഉണ്ട്. കണ്ണുകൊള്ളുന്നതിൻ്റെ മാലയൊക്കെയാ, കരിമാല അതൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ നല്ല ഭംഗിയില്ല കാണാൻ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കിതെല്ലാം ഇഷ്ടപ്പെട്ടായിരുന്നു, പക്ഷെ ഭയങ്കര കാശുമായിരുന്നു എല്ലാത്തിനും. തൊട്ടൊരു കാശാണ്. ഒരു കൃഷ്ണൻ വാങ്ങി, ഈ കൃഷ്ണൻ നല്ല പൈസ വാങ്ങിയ വരും.